ഈ രക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ഗുണം എന്താണെന്നറിയോ? ഈ ഭൂമിയിൽ ഇനിയിപ്പം സംഭവിക്കാൻ പോകുന്ന ഈ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി കർത്താവിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. വിവാഹം കഴിച്ച ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. നമ്മൾ കർത്താവിന് വേണ്ടി ജീവിച്ചാൽ എന്താ ഗുണം അറിയാമോ? യേശു ക്രിസ്തു ഇന്ന് വരികയോ നമ്മൾ ഇതങ്ങ് മരിച്ചു പോവുകയോ ചെയ്താൽ അവൻ നമ്മുടെ ഈ ശരീരം അങ്ങ് മാറ്റും. ഇത് ദ്രവത്തുള്ളതും വേദനയുള്ളതും പാവമുള്ളതും ഇത് മാറ്റിയിട്ട് വേറൊന്നും കൊണ്ട് ധരിപ്പിക്കും. മനസ്സിലല്ലേ? നമ്മുടെ കീറിയ ഉടുപ്പ് മാറ്റിയിട്ട് കല്യാണത്തിന് പോകുമ്പോൾ പുതിയ വസ്ത്രം ധരിക്കുന്ന പോലെ ഈ പഴഞ്ചൻ ശരീരം അങ്ങോട്ട് മാറ്റിയിട്ട് പുതിയ ഒന്നിൻ്റെ മേലങ്ങ് വാഴും. എന്നിട്ട് 1000 വർഷം ഇതേ ഭൂമിയിൽ നമ്മൾ വാഴാൻ പോകുന്നു. അതിനോട് ഒരു വചനമുണ്ട്, അവനോട് മരിച്ചുവെങ്കിൽ നമ്മൾ അവനോട് കൂടെ ജീവിക്കും, കഷ്ടം സഹിച്ചാൽ അവനോട് കൂടെ വാഴും. കഷ്ടം രണ്ടാമതിരിക്കട്ടെ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അമ്മാമ്മ വിവാഹത്തിന് ശേഷം വിവാഹത്തിന് മുമ്പുള്ളതിനേക്കാളും വലിയ കഷ്ടങ്ങൾ കൂടെ ഇല്ലേ പോയെ? അല്ലേ? വിവാഹം കഴിക്കുന്നുണ്ട് അപ്പൻ്റെ അമ്മയുടെ കൂടെ ലാളിച്ചും കൊഞ്ചിച്ചും ഒക്കെ ആയിരിക്കും നമ്മളെ വളർത്തിയത്, അല്ലേ? നമ്മളെ എടുത്തുമാക്കിയാണ് വളർത്തിയത്. പക്ഷെ വിവാഹം കഴിച്ചുകൊണ്ട് കഷ്ടങ്ങളാണ്. പക്ഷെ ആ കഷ്ടങ്ങൾ നമുക്ക് സന്തോഷമല്ലേ? അത് ആർക്ക് വേണ്ടിയാണ് കഷ്ടം സഹിച്ചത്? ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ലേ? അപ്പൊ ആ ഇദ്ദേഹത്തോടുള്ള സ്നേഹത്തിലെ കഷ്ടങ്ങൾ നമുക്ക് സന്തോഷമാണ്. കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് ഭയങ്കര വേദനയല്ലേ? ആ കുഞ്ഞുങ്ങളെ വളർത്തുന്ന പറഞ്ഞാൽ ഭയങ്കര ഭാരമല്ലേ? ഒരു കൊച്ചു കുഞ്ഞിനെ 3 പിള്ളേരെ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ അതെല്ലാം കഴിഞ്ഞുപോയി. പക്ഷെ അന്നൊക്കെ നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എല്ലാം വിട്ടു ഉറക്കമില്ല, അല്ലേ? പക്ഷെ അതെല്ലാം താൻ സ്നേഹിച്ച ഭർത്താവിന് വേണ്ടി സഹിക്കുമ്പോൾ ആ കഷ്ടങ്ങൾ നമുക്ക് സന്തോഷമാണ്. അവണ്ണം സ്നാനമേറ്റ് കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുമ്പോൾ ആ കഷ്ടങ്ങൾ നമുക്ക് കർത്താവിനുള്ള സ്നേഹത്തിൽ സന്തോഷമായിട്ട് തീരുക. എൻ്റെ പ്രിയനോടുള്ള സന്തോഷം. കാരണം പ്രിയൻ എനിക്ക് വേണ്ടി കഷ്ടം സഹിച്ച് എന്നോടുള്ള സ്നേഹത്തിലല്ലേ? കർത്താവ് ക്രൂസിൽ കഷ്ടമേറ്റത് എന്നോടാണെങ്കിൽ ഞാൻ അവനെ സ്നേഹിക്കുന്നത് അവന് വേണ്ടി കഷ്ടം സഹിക്കും. അച്ഛനെ അമ്മാമ്മ സ്നേഹിക്കുന്നെങ്കിൽ മാത്രമേ കഷ്ടം സഹിക്കത്തുള്ളൂ, ഇല്ലേ? ഇല്ല തേണ്ട് കിടക്കുന്നു പറഞ്ഞ് ഒത്തിരി ഭാര്യമാരങ്ങനെ പോയിട്ടില്ലേ? ആ തേണ്ട് കിടക്കുന്ന വഴി അതിൻ്റെ കൂടെ ആരാ തൻ്റെ കൂടെ ജീവിക്കുന്ന ചോദിച്ചിട്ടുണ്ട്. എത്രയോ ഭാര്യമാർ പോയിട്ടുണ്ട്. പക്ഷെ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യ ഏത് കഷ്ടത, അങ്ങനെയാണല്ലോ വിവാഹ ഉടമ്പടി. ഉണ്മയിലും ഇല്ലായ്മയിലും, അല്ലേ? രോഗത്തിലും അനാരോഗ്യത്തിലും, അല്ലേ? ആ നിയമം എന്താണ്? സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തെ സ്നേഹിക്കണം, ഇദ്ദേഹത്തെ സ്നേഹിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് നിലനിർത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ സ്നാനമേറ്റ ഒരു വ്യക്തി കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നുവെങ്കിൽ 1000 വർഷം നമ്മുടെ ഭൂമി ജീവിക്കാവുന്നുണ്ട്. 1000 വർഷം ഓർത്തു നോക്കി. എന്നിട്ട് നമ്മൾ ഒരു പക്ഷേ ഈ ദേശത്തെ നാടുവഴിയായിരിക്കാം അച്ഛൻ. 1000 വർഷം 1-2 വർഷമല്ല. അതിന് തെളിവ് എവിടെ? പത്രോസ് ചോദിച്ചു, ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചു. കർത്താവ് പറഞ്ഞു, എടാ നിങ്ങൾ എൻ്റെ നാമനിമിത്തം ഇതൊക്കെ വിട്ടുകളഞ്ഞല്ലേ? പറഞ്ഞു, നിങ്ങൾ സിംഹാസനത്തിലിരുന്ന് നിങ്ങൾ 12 പേരും 12 സിംഹാസനത്തിൽ നിൽക്കുന്ന ഇസ്രായേൽ ഗോത്രം 12നെ ന്യായം വിധിക്കും. എന്നുവെച്ചാൽ 1000 ആണ്ട് വാഴ്ച കാലത്ത് ഈ ഇസ്രായേൽ ഗോത്രം 12നെയും നാട് വഴിയായിട്ട് ഭരിക്കുന്ന ഇവരായി അപ്പോസ്തലന്മാർ. അവർ മുക്കുവന്മാരായിരുന്നു, ഇല്ലേ? ടാക്സ് കളക്ടേഴ്സ് ആയിരുന്നു. കർത്താവ് വിളിച്ചപ്പോൾ കൂടെ അങ്ങ് പോയി. എന്തോ കിട്ടുമെന്ന് ചോദിച്ചാൽ ഇതാ കിട്ടാൻ മതി. വരുമാനിക്കുന്ന രാജ്യത്ത് ഇവിടെ ഒന്നുമില്ല. അതിനുശേഷമേ ലോകം അവസാനിക്കത്തുള്ളൂ. അപ്പോൾ ലോകം അവസാനം എന്ന് പറഞ്ഞാൽ എന്നാ അവസാനിക്കുന്നറിയോ?